അട്ടപ്പാടി മുക്കാലിയിലെ ഭിന്നശേഷിക്കാരുടെ ആജീവനാന്ത പുനരധിവാസ കേന്ദ്രമായിട്ടുള്ള ദയാശ്രയ അടച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് മാക്സിമം ഷെയർ ചെയ്യുക. ബഹുമാനപ്പെട്ട MA യൂസഫ് അലി സാറാണ് ഇതിന് 20 ലക്ഷം രൂപ ആദ്യം സഹായിച്ചിട്ടുള്ളത്. ഇപ്പോൾ പൂർത്തിയാക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്. ഒരുപാട് മനസ്സുകൾ ഇതിനു വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. മാക്സിമം നിങ്ങളൊന്ന് കേൾക്കുക, അതോടൊപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. സഹായിക്കാൻ കഴിയുന്ന മറ്റാളുകളുണ്ടെങ്കിൽ ഇതിൽ ഫോൺ നമ്പറും കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് വിളിച്ച് അന്വേഷിച്ച് നേരിട്ട് പോയി കണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. വയ്യാത്ത 31 കുട്ടികളുണ്ട്. അതിലെ 6 പേർക്ക് രക്ഷിതാക്കളുള്ളൂ. മറ്റു കുട്ടികളെല്ലാം രക്ഷിതാക്കളും മരണപ്പെട്ടതും ഇല്ലാത്തതും തെരുവിലൂടെ അലഞ്ഞു നടക്കുന്നതൊക്കെ ആയ കുട്ടികളെയാണ് ഞങ്ങളിവിടെ. ഞങ്ങൾക്ക് മക്കളില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആ കുട്ടികളെ ആജീവനാന്തം ഏറ്റെടുത്ത് ഞങ്ങൾ സ്വന്തം മക്കളെ പോലെ നോക്കുകയാണ്. ഈ വീടിന്റെ പരിമിതമായ സൗകര്യത്തിൽ അവരെ നിലനിർത്താൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. ഇനി ചെറിയൊരു ഹാളിന്റെ പണിയെങ്കിലും തീർത്ത് അവരെ മാറ്റാൻ താമസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്ഥാപനം എന്നേക്കുമായി അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് പോകും. ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലംബിങ്, വയറിങ്, ഇന്നലത്തെ ടൈൽസ് പണിയൊക്കെ ബാക്കി കിടക്കുകയാണ്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഈ ചെറിയ വീട്ടില് 31 കുട്ടികളെ നിലനിർത്താൻ പറ്റാത്ത അവസ്ഥയാണ്. പെൺകുട്ടികളും ആൺകുട്ടികളെയും ഒരു ബിൽഡിങ്ങിൽ നിലനിർത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഹാളെങ്കിലും എടുത്ത് ആൺകുട്ടികളെ അങ്ങോട്ട് മാറ്റേണ്ട അവസ്ഥയിലാണ്.